ഹായ് ഗായ്സ്, ടെക്സ് ആൻഡ് ഓഫേഴ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് സിയോമിയുടെ റെഡ്മി 5A എന്ന 3GB റാമും 32GB ഇൻബിൽറ്റ് മെമ്മറിയുള്ള 7500 രൂപയുടെ ഫോണാണ്. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ വന്നിട്ട് 5 ഇഞ്ചസ് ആണ്. അതുപോലെ ഇതിൻ്റെ ബാക്ക് ക്യാമറ വന്നിട്ട് 13 മെഗാ പിക്സലും ഫ്രണ്ട് ക്യാമറ 5 മെഗാ പിക്സലുമാണ്. ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് വരുന്നത് 3000 MHz ആണ്. ഇത് MIU എന്ന് പറയുന്ന OS സിസ്റ്റത്തിലാണ് വരുന്നത്. അതുപോലെ അതിൻ്റെ റാം വരുന്നത് 3GB റാമാണ്. 32GB ഇൻബിൽറ്റ് മെമ്മറി ഉണ്ട്. പിന്നെ 128GB വരെയുള്ള എക്സ്ട്രാ ഡെഡിക്കേറ്റഡ് മൈക്രോ SD കാർഡും യൂസ് ചെയ്യാവുന്നതാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ സീൽ പൊട്ടിക്കാത്ത ബോക്സ് വേണം നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇതിൽ വരുന്നത് ഇതിൻ്റെ ഫോൺ കൂടാണ്ട് വരുന്നത് ഇതിൻ്റെ ഫോൺ യൂസർ മാനുവലാണ് വരുന്നത്, കാറ്റലോഗാണ് വരുന്നത്. പിന്നെ അതിൽ USB ഡാറ്റ കേബിളാണ് വരുന്നത് അടുത്തത്. പിന്നെ ഒരു അഡാപ്റ്റർ, USB അഡാപ്റ്റർ. അതിനുശേഷം വരുന്നത് ഇത് ഈ പഞ്ച് പിൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ സിം സ്ലോട്ടും മെമ്മറി കാർഡിൻ്റെ സ്ലോട്ടും യൂസ് ചെയ്യാൻ കഴിയും. ഇതിൽ ഒരു സിമ്മിനും ഒരു മെമ്മറി കാർഡിനുള്ള സ്ലോട്ടാണിത്. ഇത് സിം 1ൻ്റെയും മൈക്രോ SD കാർഡിൻ്റെയും നാനോ സിമ്മാണ് യൂസ് ചെയ്യുക. മൈക്രോ SD കാർഡിൻ്റെയും സ്ലോട്ടാണ് ഫസ്റ്റ് വരുന്നത്. അടുത്ത സ്ലോട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. ഇത് വരുന്നത് രണ്ടാമത്തെ സിമ്മിൻ്റെ സ്ലോട്ടാണ് ഈ വരുന്നത്. കണ്ടില്ലേ? ഇത് റോസ് ഗോൾഡ് എന്ന് പറയുന്ന കളറിലുള്ള ഫോണാണ്. ഇനി നമുക്ക് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. MIയുടെ ലോഗോ വരുന്നുണ്ട്. ഇതാണ് പവർ ബട്ടൺ. ഇത് ഇതിൻ്റെ വോളിയം കൺട്രോൾ ചെയ്യുന്ന ബട്ടൺ. മുകളിൽ നമ്മുടെ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാനുള്ള ബട്ടൺ. താഴത്ത് USB കേബിൾ കണക്ട് ചെയ്യാനുള്ളത്. പിന്നെ മൈക്രോഫോൺ. ഇത് എൻ്റെ അച്ചാച്ചൻ വാങ്ങിയതാണ്. അച്ചാച്ചൻ ആദ്യം ഒരു ഓർഡിനറി ഫോണാണ് യൂസ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ആൾക്ക് ഇതിൻ്റെ കാഴ്ചയിൽ ചെറിയ പ്രോബ്ലം കൊണ്ട് അത് ടെക്സ്റ്റൊക്കെ നന്നായി കാണുന്നതിന് വേണ്ടിയാണ് ഈ ഫോൺ വാങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് 7500 വരുന്നത്. പക്ഷേ ഓൺലൈനിലാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിന് 7000-ന് നമുക്കിത് കിട്ടുന്നതായിരിക്കും. ഓൺലൈനിൽ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഇത് അവൈലബിൾ ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഇത് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യേണ്ടി വന്നത്. ഇനി ഇവിടെ നമുക്ക് നോക്കാം. അടുത്ത ഇതിൻ്റെ ലാംഗ്വേജസ്, നമ്മൾ ഏത് ലാംഗ്വേജാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇതിപ്പോൾ വന്നിട്ട് കാണാം. ഇത് UK ലാംഗ്വേജ്. അപ്പോൾ ഇംഗ്ലീഷ് UK ലാംഗ്വേജ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ രാജ്യം, നമ്മൾ ഏത് രാജ്യത്തെയാണെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യം കൊടുക്കുക. ഇത് ഇന്ത്യ. അത് ടിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഏത് കീബോർഡാണ് വേണ്ടത്, Gboard വേണോ അത് ഗൂഗിൾ ഇൻഡിക് കീബോർഡ് വേണോ എന്ന് ചോദിക്കുന്നത്. ഞാനിപ്പോൾ എന്തായാലും Gboard കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ നെറ്റ്വർക്കാണ്. ഇവിടെ ഇപ്പോൾ നെറ്റ് ഉണ്ട്, ഇതാണ് കാണിക്കുന്നത്. ഈ പോർഷൻ നമുക്കാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അതിനുശേഷം വരുന്ന അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. പിന്നീട് വരുന്നത് ഇതിൻ്റെ സിമ്മിനെ പറ്റിയുള്ള സിം ഇൻസേർട്ട് ചെയ്യണം. ഇനി നമുക്കിതിപ്പോൾ സിം ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അല്ലാണ്ട് വേറെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇതിൽ. ഇപ്പോൾ ഞാനിതിൽ സിം ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഇതിൽ ക്ലിക്ക് ഓണാക്കി കഴിഞ്ഞു. ഇപ്പോൾ ഇതിൽ ഞാൻ 2 ഐക്കൺസ് മാത്രമാണ് മെയിനായിട്ട്. കാരണം ഞാൻ എൻ്റെ അച്ചാച്ചന് കൊടുക്കാനാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഞാൻ ഇതിൽ മെയിനായിട്ട് 2 ഐക്കൺസാണ്. ഒന്ന് കോൾ ഐക്കൺ, അതിനുശേഷം അടുത്തത് വരുന്നത് SMS-ൻ്റെ ഐക്കണാണ്, മെസ്സേജസിൻ്റെ. പിന്നീട് ബാക്കിയുള്ളതെല്ലാം ഞാൻ ഫോൾഡേഴ്സാക്കി. ഇത് സിയോമിയുടെ ആപ്പുകളുടെ ഒരു ഐക്കൺസൊക്കെ ഒരു ഫോൾഡറിലേക്ക് ഞാൻ അറേഞ്ച് ചെയ്തു. അതിനുശേഷം ഗൂഗിളിൻ്റെ ഐക്കൺസ് വേറെ ഫോൾഡറിലേക്ക് അറേഞ്ച് ചെയ്തു. പിന്നെ ടൂൾസ്, കാൽക്കുലേറ്റേഴ്സ്, കോണ്ടാക്ട്സ്, ക്ലോക്ക്, അതെല്ലാം ഞാൻ ഒരു ഫോൾഡറിലേക്ക് അറേഞ്ച് ചെയ്തു. പിന്നീട് ഇത് മൈക്രോസോഫ്റ്റിൻ്റെ ഐറ്റംസാണ്. ഇതെല്ലാം ഓൾറെഡി ഈ ഒരു ഫോൾഡർ ഉണ്ടായിരുന്നതാണ്. പിന്നെ ഇത് ഫേസ്ബുക്ക്, ഫോൺ പേ എല്ലാം ഇതിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. നെറ്റ്ഫ്ലിക്സ് ഇതെല്ലാം ഓൾറെഡി ഇതിലുണ്ടായിരുന്നതാണ്. അതൊക്കെ ഞാൻ ഒരു ഫോൾഡറിലേക്ക് അയക്കുന്നുള്ളൂ. വാട്സപ്പ് ഞാൻ ഇത് എക്സ്ട്രാ ഇൻസ്റ്റാൾ ചെയ്തതാണ്.
പിന്നീട് വരുന്നത് ഞാൻ ഇതിൻ്റെ ടെക്സ്റ്റ് സൈസ് കൂട്ടി, അതിനെ ക്ലോക്കിൻ്റെ സൈസ് കൂട്ടിയിരിക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള ഇത് വരുന്ന അടുത്തത് കസ്റ്റമൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരുന്നുണ്ട്. കസ്റ്റമൈസിൽ എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഷോർട്ട് കട്ട്സ് ആയിട്ട് എന്തെങ്കിലും ഫീച്ചേഴ്സോ ആപ്സോ കൊടുക്കാൻ കഴിയും. അത് കഴിഞ്ഞാൽ പിന്നെ നോട്ട്സ് എന്തെങ്കിലും ഇത് ടൈപ്പ് ചെയ്ത് ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും, അത് ഇതിൽ വരുന്നതായിരിക്കും ഡെസ്ക്ടോപ്പിൽ. പിന്നെ കലണ്ടർ ഇവൻറ്റ്സ്, ഓരോ ദിവസം നമുക്ക് എന്തെങ്കിലും ബർത്ത്ഡേ അതുപോലുള്ള ഇവൻറ്റ്സ് എല്ലാം കൊടുക്കാൻ കഴിയും. പിന്നെ വരുന്നത് ഇത് ക്യാബ് ഡ്രൈവിങ്, ഇത് ക്യാബിൻ്റെ ഇത് വിളിക്കാനുള്ളതാണ്. അത് ഓലയുടെയാണ് ഇപ്പോൾ കിടക്കുന്നത്. അത് ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നത് ക്രിക്കറ്റ് ടീം, നമുക്കിപ്പോൾ താല്പര്യമുള്ള ക്രിക്കറ്റ് ടീമിൻ്റെ ഇത് കൊടുക്കുകയാണെങ്കിൽ അതിനെ പറ്റിയുള്ള അപ്ഡേറ്റ്സ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എക്സ്ട്രാ ഉണ്ടെങ്കിൽ അതെല്ലാം വരുന്നതായിരിക്കും. അതിനുശേഷം ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ നോക്കുകയാണെങ്കിൽ വെതർ റിപ്പോർട്ട് അങ്ങനെയുള്ള ഡീറ്റെയിൽസ്. പിന്നെ വരുന്നത് ഇതിൻ്റെ ഇതാണ് മൊബൈൽ നെറ്റ്വർക്ക്, വൈഫൈ, ടോർച്ച്, സൈലൻറ്റ് മോഡ് ആക്കുന്നത്. അതുപോലെ ഇവിടെ ഉള്ള ഈ ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള ഐക്കൺസും കാണാം. മൊബൈൽ, വൈഫൈ, ടോർച്ച്, സൈലൻറ്റ് മോഡ്, അതുപോലെ സ്ക്രീൻഷോട്ട് എടുക്കുന്നത്, ബ്ലൂടൂത്ത് മെനു, ബ്രൈറ്റ്നസ്, എയറോപ്ലെയിൻ മോഡ്, അത് പിന്നെ ലോക്ക്, അതുപോലെ റൊട്ടേറ്റ് മോഡ്, GPS മോഡ്. പിന്നെ ഇതെല്ലാം ഈ ഫോൾഡേഴ്സ് എല്ലാം സോർട്ട് ചെയ്യുന്ന മോഡാണ് അടുത്തത് വരുന്നത്. ഇത്രയാണ് ഇപ്പോൾ ഇതിൽ വരുന്നത്. ഇതാണ് ഇപ്പോൾ ബാക്കിയുള്ളതെല്ലാം പിന്നെ റെഡ്മിയുടെ എല്ലാം ബാക്കിയുള്ള ഫോണുകളിലെ പോലുള്ള ഫീച്ചേഴ്സാണ്. സെറ്റിങ്സ് എല്ലാം ഒക്കെ ബാക്കിയുള്ള ഫോണുകളിലെ പോലെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെഡ്മി 5 അൺബോക്സിങ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവുചെയ്ത് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള മറ്റു വീഡിയോസുകൾ, അൺബോക്സിങ് വീഡിയോസുകളെല്ലാം ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു.